വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 11-ാം അധ്യായത്തിൽ യേശു ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു. അവൻ അരുളി ചെയ്തു, നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കുവിൻ? പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അന്നന്നു വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, എന്തെന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളും ക്ഷമിക്കുന്നു, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. വിശുദ്ധ ലൂക്ക 11-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. സുഹൃത്തിന്റെ ഉപമയിലൂടെ യേശു സ്ഥിരതയുള്ള പ്രാർത്ഥനയുടെ ശക്തി പഠിപ്പിക്കുന്നു. മനുഷ്യർ ദോഷികളായിട്ടും നല്ലതൊരുക്കുമ്പോൾ ദൈവപിതാവ് എത്രയോ അധികം നല്ലവ, പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് ഉറപ്പു നൽകുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. 11-ാം അധ്യായം 9-ാം തിരുവചനം. ദുഷ്ടാത്മാവിനെ പുറത്താക്കിയ യേശുവിനെ ചിലർ തെറ്റായി കുറ്റപ്പെടുത്തുന്നു. യേശു വിഭജിച്ച് രാജ്യം നിലനിൽക്കുകയില്ല എന്ന് വിശദീകരിച്ച് ദൈവത്തിന്റെ ശക്തിയാലാണ് ഈ പ്രവൃത്തികൾ നടക്കുന്നതെന്ന് വ്യക്തമാക്കുന്നു. യേശുവിന്റെ അമ്മയെ പുകഴ്ത്തിയ ഒരു സ്ത്രീക്ക് മറുപടിയായി, ദൈവവചനം കേട്ട് അനുസരിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഭാഗ്യമുള്ളവർ എന്ന് യേശു പഠിപ്പിക്കുന്നു. അടയാളങ്ങൾ ആവശ്യപ്പെടുന്ന തലമുറയെ യേശു ശാസിക്കുന്നു. മാനസാന്തരത്തിലേക്കുള്ള വിളിയാണ് യഥാർത്ഥ അടയാളമെന്ന് യേശു വ്യക്തമാക്കുന്നു. ഉള്ളിലെ പ്രകാശം, അതായത് ആത്മീയ മനോഭാവം ശരിയായില്ലെങ്കിൽ മനുഷ്യൻ മുഴുവനായും ഇരുണ്ടുപോകുമെന്ന് യേശു മുന്നറിയിപ്പ് നൽകുന്നു. കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. ഉള്ളിലേത് ശുദ്ധമായാൽ മുഴുവൻ ശരീരവും പ്രകാശമുള്ളതാകും. ലൂക്ക 11-ാം അധ്യായം 34-ാം തിരുവചനം. പുറമെയുള്ള ആചാരശുചിയേക്കാൾ ഹൃദയശുദ്ധിയും നീതിയും ദയയും പ്രധാനമാണെന്ന് യേശു ശക്തമായി അടിവരയിടുന്നു. കപടതയും അധികാര ദുരുപയോഗവും യേശു തുറന്നു കാട്ടുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.